പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉപദ്വീപീയ നദികളെ പറ്റിയിട്ടാണ്. പുതിയ SCERT ജിയോഗ്രഫിയിലെ 9ാം ക്ലാസ്സിലാണ് ഉപദ്വീപീയ നദികളെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അതേപോലെ 10ാം ക്ലാസ്സിലും ഉപദ്വീപീയ നദികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതൽ വിവരങ്ങൾ ഈ 9ാം ക്ലാസ്സിലെ ചാപ്റ്ററിലുണ്ട്. നമുക്ക് ഇന്നത് പരിശോധിക്കാം. ചിത്രത്തിൽ കാണുന്നത് ഉപദ്വീപീയ ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ്. ചിത്രകാരന്റെ ഭാവനയിലുള്ള ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഡെക്കാൻ പീഠഭൂമിയുടെ ഒരു പരിച്ഛേദം. ഇവിടെ പശ്ചിമഘട്ടമുണ്ട്, ഉപദ്വീപീയ പീഠഭൂമി ഇവിടെ ആയിട്ടുണ്ട്, പൂർവ്വഘട്ടമാണ് ഇവിടെയുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയർന്ന ഭാഗം പശ്ചിമഘട്ടമാണ്. ഇത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ചെരിവെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകമാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ജലവിഭാജകം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകം എന്താണെന്ന് ചോദിച്ചാൽ അത് പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടവും മധ്യ ഉന്നത തലത്തിലെ മലനിരകളും ഡൽഹി കുന്നുകൾ വരെ നീളുന്ന ആരവല്ലി നിരയും ചേർന്ന് ഉപദ്വീപിലെ നീരൊഴുക്കിനെ മൂന്നായിട്ട് തരംതിരിക്കുന്നു. മൂന്നായിട്ടാണ് ഉപദ്വീപീയ നീരൊഴുക്കിനെ തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന്, കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ. പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ. വടക്കോട്ടൊഴുകി യമുനയിലും ഗംഗയിലും ചേരുന്ന നദികൾ. ഇങ്ങനെ മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അപ്പോ ആദ്യം നമുക്ക് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണെന്നും എവിടെയാണ് ഉത്ഭവ പ്രദേശം എന്നൊക്കെ നോക്കാം. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏറെയും ജന്മമെടുക്കുന്നത് പശ്ചിമഘട്ടത്തിലാണ്. ഉത്ഭവം പശ്ചിമഘട്ടത്തിലാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ ജലവിഭാജകം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, വൃഷ്ടിപ്രദേശം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. വൃഷ്ടിപ്രദേശം എന്ന് വെച്ചാൽ ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശം ഉണ്ടാവുമല്ലോ, അതാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം. ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശം, അതാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം. ഇനി നീർത്തടം എന്ന് വെച്ചാൽ ഒരു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് നീർത്തടം എന്ന് പറയുന്നത്. ഒരു നദി അതിന്റെ പോഷക നദികളും ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് നീർത്തടം. ജലവിഭാജകം എന്ന് വെച്ചാൽ രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണെന്ത്? ജലവിഭാജകം. രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ജലവിഭാജകം. മഹാനദി ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളാണ് കിഴക്ക് ദിശയിൽ ഒഴുകി കിഴക്കൻ തീരസമതലത്തിലൂടെ ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നത്. ഇവിടെ ഓരോ നദിയും ആ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ പ്രധാന പോഷക നദികൾ ഉത്ഭവം കൊടുത്തിട്ടുണ്ട്. മഹാനദിയുടെ ഉത്ഭവം റായ്പൂരിലെ സിഹാവയാണ്. ഛത്തീസ്ഗഡാണത്. അതേപോലെ പ്രധാന പോഷക നദികൾ ഇബും ടെല്ലുമാണ്. അതേപോലെ അതിന്റെ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. ഗോദാവരി നദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ്. പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവയാണ് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. കൃഷ്ണ നദി, മഹാബലേശ്വർ കുന്നുകൾ, മഹാരാഷ്ട്ര. തുംഗഭദ്രയും ഭീമയും കൊയ്നയും ഉണ്ട് പോഷക നദികളിൽ. മഹാരാഷ്ട്ര, കർണാടകം, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. കാവേരി നദി ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി കുന്നുകളാണ്, കർണാടകം. അതേപോലെ കബനി, ഭവാനി, അമരാവതി എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. തമിഴ്നാട്, കർണാടകം, അതേപോലെ കേരളം എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. ഇത്രയാണ് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ. ഇതില് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത് ഗോദാവരിയാണ്. ഉപദ്വീപീയ നദികളിൽ തന്നെ ഏറ്റവും വലുത് ഗോദാവരിയാണ്. 1465 കിലോമീറ്റർ നീളവും 3.13 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററുമാണ് വൃഷ്ടിപ്രദേശ വിസ്തൃതി. ഈ നദിയെ ദക്ഷിണ ഗംഗ എന്നാണ് വിളിക്കുന്നത്. ദക്ഷിണ ഗംഗ. കൃഷ്ണ, കാവേരി എന്നീ നദികളാണ് രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനത്തും ഉള്ളത്, യഥാക്രമം വലിപ്പത്തിൽ. ഒന്നാം സ്ഥാനം ഉള്ളത് ഗോദാവരിക്കാണ്, 2ഉം 3ഉം കൃഷ്ണ, കാവേരി എന്നീ നദികൾക്കാണ്. ഉപദ്വീപീയ നദികളിൽ നീരൊഴുക്കിൽ പൊതുവെ കാലിക സ്വഭാവമാണ് ഉണ്ടാവുന്നത്. വേനൽക്കാലത്ത് നീരൊഴുക്ക് കുറയുന്നു, മഴക്കാലത്ത് നിറഞ്ഞൊഴുകുകയും ചെയ്യുന്നു. അടുത്തത് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ്. നർമ്മദ, താപ്തി എന്നീ നദികൾ ഒഴിച്ചാൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളേറെയും പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചെരിവിൽ ഉത്ഭവിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ അതിവേഗം അറബിക്കടലിൽ പതിക്കുന്നവയാണ്. നർമ്മദ, താപ്തി എന്നിവ ഒഴികെ ബാക്കിയുള്ളവയൊക്കെ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചെരിവിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിലേക്ക് അതിവേഗം അറബിക്കടലിൽ പതിക്കുന്നു. എന്നാൽ നർമ്മദ, താപ്തി എന്നീ നദികൾ മധ്യ ഉന്നത തലത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്.
മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത ചെങ്കുത്തായ താഴ്വരയും ജബൽപൂരിന് സമീപമുള്ള ദുവാൻദാർ വെള്ളച്ചാട്ടവും അതേപോലെ സർദാർ സരോവർ വിവിധോദ്ദേശ നദീതട പദ്ധതിയും നർമ്മദാ നദിയെ ശ്രദ്ധേയമാക്കുന്നു. അപ്പൊ നർമ്മദാ നദിയിൽ ഏത് പദ്ധതിയാണുള്ളതെന്ന് ചോദിച്ചാൽ സർദാർ സരോവർ വിവിധോദ്ദേശ നദീതട പദ്ധതി. അതേപോലെ ഏത് വെള്ളച്ചാട്ടമാണെന്ന് ചോദിച്ചാൽ ദുവാൻദാർ വെള്ളച്ചാട്ടം. അതുപോലെ മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത ചെങ്കുത്തായ താഴ്വരയാണ് നർമ്മദാ നദിയെ ശ്രദ്ധേയമാക്കുന്നത്. നർമ്മദയുടെ ഉത്ഭവം അമർകണ്ട് മധ്യപ്രദേശാണ്. താപ്തി മുൾതായി മധ്യപ്രദേശിൽ നിന്നാണ്. പ്രധാന പോഷക നദികൾ നർമ്മദയുടേത് ഹിരണും ബഞ്ചാറുമാണ്. താപ്തിയുടേത് പൂർണ്ണ അതേപോലെ ഗിർണയാണ്. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശും മഹാരാഷ്ട്ര, ഗുജറാത്ത്. നർമ്മദ, താപ്തി എന്നീ രണ്ട് നദികളും ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവയാണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് നർമ്മദ നദിയുമായി ബന്ധപ്പെട്ട ഒരു ജനകീയ പ്രതിരോധമായിരുന്നു. ഗംഗയിലേക്ക് എത്തുന്ന ഉപദ്വീപീയ നദികളാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. മാൾവ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. വടക്കോട്ടൊഴുകി യമുന നദിയിലേക്കും അതേപോലെ നേരിട്ട് ഗംഗാ നദിയിലേക്കും ഈ നദികൾ എത്തുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ചമ്പൽ നദി. ഈ നദികളെ ഗംഗാ നദിയുടെ ഉപദ്വീപീയ പോഷക നദികൾ എന്നാണ് പറയുന്നത്. ഈ നദികളെ ഗംഗയിലേക്ക് എത്തുന്ന നദികളെ നമ്മൾ ഗംഗാ നദിയുടെ ഉപദ്വീപീയ പോഷക നദികൾ എന്നാണ് പറയുന്നത്. മാൾവ പീഠഭൂമിയുടെ വടക്കേ ചെരുവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകളാണ് റവൈൻസ്. ഇതൊരു വ്യത്യസ്ത ഭൂസവിശേഷതയാണ് റവൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ റവൈൻസ് എന്ന് പറയുന്നത് ചമ്പൽ നദിയും അതേപോലെ പോഷക നദികളുമാണ് സൃഷ്ടിക്കുന്നത്. ഇവയുടെ തുടർച്ചയായ അപരദനത്തിലൂടെയാണ് റവൈൻസ് എന്ന ഭൂസവിശേഷത ഉണ്ടായിട്ടുള്ളത്. ഇത്തരം നിഷ്ഫല ഭൂപ്രകൃതി അറിയപ്പെടുന്നത്. റവൈൻസ് എന്നാണ് ഈ ഒരു ഭൂപ്രകൃതി അറിയപ്പെടുന്നത്. ഇത്രയാണ് നദികളെ പറ്റി പറയാനുള്ളത്. ഇനി കുറച്ച് നദീതട പദ്ധതികള് അതേത് നദിയിലാണ് സംസ്ഥാനവും കൊടുത്തിട്ടുണ്ട്. ഹിരാക്കുഡ് എന്ന് പറയുന്നത് മഹാനദിയിലെ ഒരു നദീതട പദ്ധതിയാണ്. ഒഡീഷയാണ് സംസ്ഥാനം. തുംഗഭദ്ര നദിയാണ്. അത് കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. കർണാടകത്താണ്. സർദാർ സരോവർ നർമ്മദാ നദിയിലും ഗുജറാത്ത് സംസ്ഥാനത്തുമാണ്. കൃഷ്ണരാജസാഗർ കാവേരി നദിയിൽ കർണാടകത്തിൽ. നിസാം സാഗർ ഗോദാവരി നദി ആന്ധ്രാപ്രദേശാണ് സംസ്ഥാനം. അപ്പൊ ഇത്രയാണ് നദികളെ പറ്റി, ഉപദ്വീപീയ നദികളെ പറ്റി 9ാം ക്ലാസ്സിലെ ജിയോഗ്രഫിയിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.